സംശയമായിരുന്നു. പക്ഷേ ഇപ്പൊ അവരുടെ അവസ്ഥയെല്ലാം കാണുമ്പോ സത്യത്തിൽ നമ്മളാ ജയിച്ചത് ആന്റി. ഇതെന്താ ഇത്രയൊക്കെ നടന്നിട്ടും മമ്മിക്കൊരു സന്തോഷമില്ലാത്ത? എനിക്കിതിൽ സന്തോഷമായിട്ട് ഒന്നും തോന്നണില്ല. അവർക്ക് ഇന്ന് വിഷു നഷ്ടപ്പെട്ടതിൽ സൂര്യ സഹിക്കില്ല. അവൻ അതിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും ഏതു വിധത്തിലും. എങ്ങനെ കണ്ടുപിടിക്കാനാ മമ്മി? ഏതെങ്കിലും തെളിവുണ്ടെങ്കിലല്ലേ? ഇതുവരെ നിങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണോ? പക്ഷെ കണ്ടുപിടിക്കേണ്ട സമയത്ത് അവൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ലേ? ആന്റിക്കെന്താ ഒരു പേടി പോലെ? പേടിക്കേണ്ടവരെ പേടിക്കണം വിജയ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ സൂര്യ നമ്മളോട് പറയുന്നത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിരിക്കും. അതിനും അവൻ മടിക്കില്ല. അവളുടെ സന്തോഷം മാത്രമായിരിക്കും അവന്റെ ലക്ഷ്യം. മമ്മിയെ വിശ്വസിച്ച് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് മമ്മി ഇങ്ങനെ പറഞ്ഞാലോ? കഷ്ടമുണ്ട് മമ്മി. മമ്മി പേടിക്കണ്ട. അഥവാ പിടിക്കപ്പെട്ടാലും മമ്മി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ പറയില്ല. വിജയ് വാ പോ. നിക്ക്. ഞാൻ പറഞ്ഞതൊന്നും നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയല്ലേ. മുമ്പെങ്ങും ഇല്ലാത്തതുപോലെ ഉള്ളിലൊരു പേടിയുണ്ട് എനിക്ക്. അത് സൂര്യ എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് തന്നെയാ. നിങ്ങൾ ചെല്ല്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നമ്മൾ പെട്ടുവെന്നുള്ള കാര്യം ഉറപ്പാ ഇന്ദ്രജെ. എനിക്ക് പേടിയാവുന്നു. ആരും പേടാൻ പോകുന്നില്ല. മമ്മി പേടിക്കാനെങ്കിൽ പേടിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ജയിക്കാനുള്ളത് ജയിച്ചിട്ടുമുണ്ട്. വാ. എന്തൊരു കഷ്ടമാണ് അച്ഛാ. ഞാൻ ആ പാവങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. അതിനെന്തെങ്കിലും ഫലം ഉണ്ടായോ? എടാ, നന്ദിനിയുടെ വിശ്വാസത്തെക്കുറിച്ച് നിനക്കറിയാലോ. എന്തെങ്കിലും ഒരു നിമിത്തം കണ്ട ആ കുട്ടി അത് കാര്യമാക്കി എടുക്കും. ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിച്ചതേ അല്ല. ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടാച്ചാ? ഏയ്, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഈ കുടുംബത്തിൽ നടന്ന പല കാര്യങ്ങളും സംശയത്തോടെ ഞാൻ പറഞ്ഞപ്പോ അവരെ തെറ്റിദ്ധരിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പക്ഷെ ഒടുവിൽ അവര് കുറ്റക്കാരാണെന്ന് തെളിയും ചെയ്തിട്ടുണ്ട്. ഓർമ്മയില്ലേ? എടാ, സത്യം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷനുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കൃത്യമായി തെളിവില്ലാതെ നമുക്ക് ആർക്കു നേരെയും വിരൽ ചൂണ്ടാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത അത് ബോധപൂർവം പത്മയും മക്കളെയും അപമാനിക്കാൻ ശ്രമിച്ചതാന്നേ പറയൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇനി ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ തന്നെ സുദേവനും കുടുംബവും ഇവിടുന്ന് ഇറങ്ങും. അവരെ നാണോ മാനോ ഒക്കെയുള്ള മനുഷ്യരാ. അവരെ ഞാൻ വിടില്ല അച്ഛാ. അച്ഛന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കാല് പിടിക്കേണ്ടി വന്നാലും ഈ വിഷു പൂർണ്ണമാവാതെ ഞാൻ അവരെ വിടില്ല. നന്ദിനിയുടെ താന്നൂരും അമ്മയിൽ നല്ല വിശ്വാസമാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അവള് പറഞ്ഞ് അവസാനിപ്പിക്കുക. താന്നൂരമ്മ എനിക്കൊരു തെളിവ് തരുമെന്ന. അങ്ങനെ ഒരു തെളിവ്